അപ്പോൾ നമ്മളെ ഗോവ എപ്പിസോഡിലെ 3ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, നേരത്തെ ഏതോ ഒരു ശൈലിയിൽ ഡ്രസ്സൊക്കെ കിട്ടണം. അപ്പോൾ ഇനി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു. കുറച്ച് പീനട്ട് ബട്ടർ, അതേപോലെ ബ്രെഡ്, അതേപോലെ സലാഡാണ് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പിന്നെ വന്ന് കഴിഞ്ഞു. അവിടെ മേക്ക് ചെയ്യുന്നുണ്ട് ഒരുത്തൻ. ഓക്കെ, ആ 2 ക്യാരറ്റും കണ്ടോ? ക്യാരറ്റ് കണ്ട ക്യാരറ്റ് വെക്കണം ഈ 2 സൈഡിലും, ഇവിടെ ഒരു സൈഡിലും ഇവിടെ ഒരു സൈഡിലും കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? എടുത്ത് വെക്കുക. അങ്ങനെ ആക്കാം. കാണിച്ചാൽ അവസാനം വെച്ചാൽ നമുക്ക് ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? അതാ ഇതാണ്. ഇതെന്നാ ഉണ്ടാവും. ഉറങ്ങാ, ഛർദിക്കുക, ഇതാണ് മെയിൻ. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബാഗ ബീച്ച് പോവാണ്. എന്താണ് വണ്ടി ഇതവിടെ മൊത്തം കടയിലേക്ക് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയത്. ഏതാ വരവ്? ഷാറുഖ് ഖാൻ തന്നെ. ഇതിലെന്താ ഇതിൽ എൻ്റെ ഒരു ട്രൗസർ ഉണ്ടാവും, എൻ്റെ ഒരു ഷൂ. വിശാലമായ പാർക്കിംഗ് ഉണ്ട് നമ്മളവിടെ. ഇവിടെ എന്താ പറയാ, എന്താ ബാഗ ബീച്ചിൻ്റെ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. ഒരു 40 റുപ്യുള്ള ഒരു ചെറിയ കാറിന്, അതേപോലെ ഓട്ടോറിക്ഷക്കൊക്കെ വരുന്നത് കേട്ടോ. ബസ്സിനൊക്കെ ആകുമ്പോൾ 200 വരും. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകണം. ഒരു തോർത്തിന്റെ പിടിക്കാൻ എല്ലാവർക്കും മടി. ഞാൻ ഇതെടുത്തോണു ഗൈസ്. പിന്നെ ഈ ഫോണും പിടിച്ചണം. ഓൻ്റെയൊക്കെ ചാവി ഉണ്ട്, ഇവന്റെയൊക്കെ തോർത്തുണ്ട്, ഇവന്റെയൊക്കെ ഒന്നുമില്ല. അപ്പൊ ഇവനല്ലേ പിടിക്കണ്ട്. എന്നിട്ട് ഓനക്ക് പിടിച്ചാൽ അത് വരുമില്ല. അന്റെ ഒക്കെ ഒരു സാധനം ഇല്ലല്ലോ, അപ്പച്ചി പിടിച്ചണോ? സംഭവം ഗൾഫിൽ നിന്ന് നന്നേക്കാരം, പക്ഷെ ഇത് പിടിച്ചാൽ തോർത്തുണ്ടൊക്കെ. कितना? हाँ जास्ती है. ഇതാണ്ട ബാഗ ബീച്ച്.
നോക്കിയത് അവിടെ ബഹുമാനപ്പെട്ട AK അന്തംകമ്മി ആയിക്കാണ്ട് അവിടെ ഇറങ്ങിക്കണം. ആ വെള്ളമായി. എന്തൊരു വിഷമം, എന്തൊരു വിഷമം, എന്താ ഒരു വിഷമം, എത്താ എടേ ബാഗ ബീച്ചൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ തന്നെ അതിൽ പെട്ടെന്ന് കയറ്റും. ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ ഇറങ്ങിയ ബീച്ച് അടിപൊളിയായിരുന്നു. അതും മോശമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് കണ്ട് ഇറങ്ങിയോണ്ടേ ഉഷാറാക്കാൻ പറ്റി. അവിടെ അടുത്ത് തന്നെ വെള്ളച്ചാട്ടം ഉണ്ടായതുകൊണ്ട് അടിപൊളിയായി. ഇനി നമ്മൾ അടുത്തൊരു ബീച്ച് പോയി നോക്കുകയാണ്. അവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. കേരള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പൊരിച്ച കോഴി ചപ്പാത്തിയും രുചിയാണ് സാറേ. എൻ്റെ മെയിൻ ഇതല്ലേ നാട് അടിപൊളി. നാട്ടിലേക്കുള്ള സെയിം ബിരിയാണി കാണാൻ നല്ല രസമുണ്ടാണ്. നാടൻ ചോറും തിന്ന് റൂമിൽ പോയാണ്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത തിന്നാൻ വേണ്ടിക്കാണ്ട് നീച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മിക്കവാറും കഴിഞ്ഞു. ഇവിടെ ബണ്ണ എനിക്ക്